ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നോമ്പുതുറ പലഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് വരെ ആൾക്കാർക്ക് സംശയം തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇവിടെ 3 കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം എടുത്താൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് വെള്ളത്തിന് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ദാ ഞാനിപ്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴഞ്ഞ് വന്ന് ഏകദേശം ഒരു കൂട്ടിൻ്റെ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ ഒരു ചൂടിൽ തന്നെ 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ ഒരു ചൂടിൽ ഇതിങ്ങനെ കിടക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സവാള ആദ്യം വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണ്ട. ചേർത്ത് കൊടുത്ത സവാള ഇതുപോലെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം. വീണ്ടും എല്ലാ വഴറ്റലും ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും 1 മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട്. പക്ഷേ ചിക്കൻ മാത്രം ചേർത്തിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചക്കറി ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 500 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ഒന്ന് ചെറുതായിട്ട് പിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറിയായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴും ഫ്ലെയിം ഹൈയിൽ തന്നെയാണുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക്. ഞാൻ ചിക്കൻ കുക്കറിലിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി വന്ന വെള്ളമാണത്. ആ ഒരു വെള്ളം ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്തത് കൊണ്ട് തന്നെ അത് പച്ചക്കറിയിലേക്കൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൽ ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി വരുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോസുകളാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷേസ്വാൻ ഫ്ലേവറിലാണ് ഞാൻ ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷേസ്വാൻ സോസൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സോസ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോസുകളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ നമ്മൾ ചേർക്കുന്ന മസാലകൾ ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഷേസ്വാൻ സോസൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിലേക്ക് അവസാനമായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ഷേസ്വാൻ ഫ്ലേവറിലാണ് ഉണ്ടാകുക. നല്ലൊരു ഫില്ലിംഗ് ആണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്.
അതുപോലെ നമ്മൾ നേരത്തെ ഗോതമ്പ് കൂട്ട് റെഡിയാക്കി വെച്ചത് അതിൻ്റെ ചൂടൊക്കെ അല്പം ആറി വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഇനി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗോതമ്പ് പൊടി വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളം നല്ല പോലെ തന്നെ ഞാനിവിടെ നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നീഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കുറച്ചായി ചേർത്തിട്ട് ഒരു ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 3 മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടും ആ ഒരു കവറിങ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂട്ടിൽ നിന്നും ഒരല്പം വലിയ ഉരുളയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബോർഡിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊടിയാക്കേണ്ട ആവശ്യമില്ല, എണ്ണ സ്പ്രെഡ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ആക്കിയിട്ടില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പരത്തിയെടുക്കാനും വളരെ ഈസിയാണ്. നല്ല പോലെ വെന്ത് വന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ തന്നെ പരന്ന് വന്നോളും. ഒരല്പം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു മൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടറോ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരല്പം വലിയ സർക്കിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് ബാക്കിയുള്ള കൂട്ടിൻ്റെ കൂടെ യോജിപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം കവർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇത് കവർ ചെയ്തെടുക്കുമ്പോൾ അരികുകളിൽ വെള്ളമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മൾ അമർത്തുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 എഡ്ജ് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അരികുകൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അതിപ്പോൾ ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ ഒരു രീതിക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കോൺഫ്ലോർ കൂട്ടിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് ബ്രെഡിൻ്റെ സൈഡ് മാറ്റി വെക്കുന്നത് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷമാണ് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാറ്. ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലെ ഗോതമ്പ് പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നതാണ്. ഇതൊന്ന് നല്ല ക്രിസ്പി ആക്കി കിട്ടുക മാത്രമേ വേണ്ടൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഉള്ളിലത്തെ ഫില്ലിങ്ങും നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.